ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പൈയുടെ ലിസ്റ്റിംഗ് ആയിട്ടുണ്ട്. നല്ലൊരു ലിസ്റ്റിംഗ് ആണ്. ഓക്കെ, അത്യാവശ്യം എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മൈൻ ചെയ്യുകയും ഇപ്പോൾ സ്റ്റാക്കിംഗ് ചെയ്തിരിക്കുന്ന ഓവർ പ്രോട്ടോക്കോളിൽ വന്നിട്ട് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓവർ വാലറ്റിൽ നമ്മൾ ടോക്കൺ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ എത്രയാണ് ടോക്കൺ സ്റ്റാക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഒരു 1 ബില്യനാണ് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഒരു 20% മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 80% സ്റ്റാക്കിംഗ് ചെയ്യുന്നവർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വന്നിട്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ അത് ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 21 ദിവസം എടുക്കാം. നമ്മൾ ഏതെങ്കിലും എക്സ്ചേഞ്ചിലേക്കോ വേറെ ഏതെങ്കിലും വാലറ്റിലേക്കോ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു 21 ദിവസം കഴിഞ്ഞാണ് നമ്മുടെ ടോക്കൺ വിഡ്രോ ആകുന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ വന്നിട്ട് അവരത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റിയുടെയൊക്കെ കുറേ റിക്വസ്റ്റ് പ്രകാരം ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം 3 ദിവസത്തിനകത്ത് ടോക്കൺ അൺലോക്കായി കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, എനിക്ക് അൺലോക്കായി കിട്ടിയ ടോക്കൺസ് അല്ലെങ്കിൽ റിലീസായി കിട്ടിയ ടോക്കൺസ് കംപ്ലീറ്റ് ഞാൻ ഇത് സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കുറേശ്ശെ പ്രോഫിറ്റ് ഉണ്ട്. ഇത് ഇത്രയും ഞാൻ സ്റ്റാക്ക് ചെയ്തല്ല, കുറേശ്ശെ എനിക്ക് ഒരു 265 ടോക്കൺ എന്തേ കിട്ടിയിട്ടുള്ളായിരുന്നു. പക്ഷേ അതിനുശേഷം കുറച്ചുകൂടെയൊക്കെ USDT കൊണ്ട് ബൈ ചെയ്താണ് ഇത്രയും ടോക്കൺ ആയത്. അതിൽ തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും ഇത്രയും എനിക്ക് റിവാർഡ് കിട്ടിയതാണ് 53 ടോക്കൺസ്. ഇപ്പോൾ വന്നിട്ട് 0.040 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ലെയർ ഓൺ പ്രോജക്റ്റാണ്. ഇതിൽ വേറെ കോയിൻസുകളൊക്കെ ലിസ്റ്റാകും. അപ്പോൾ ഇത് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് പലരും ചോദിക്കാറുണ്ട് ഒരു ക്രിപ്റ്റോയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഇതിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ റീസെൻ്റ്ലി തന്നെ ബൈബിറ്റിലെ ടോക്കൺസൊക്കെ ഹാക്ക് ചെയ്ത് പോയി. നമുക്കിങ്ങനെ വാലറ്റുകളിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സേഫ് ആക്കാൻ കഴിയും. വാലറ്റുകളിൽ നിന്നുള്ള ഹാക്കിംഗ് അത്ര എളുപ്പമല്ല എക്സ്ചേഞ്ചുകളെ പോലെ. എങ്കിലും നമ്മുടെ പ്രൈവറ്റ് കീ മറ്റു കാര്യങ്ങൾ സെക്യൂർ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം. പൈ ടോക്കൺ ഇപ്പോൾ ലിസ്റ്റായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലിസ്റ്റായി. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ വളരെയധികം നല്ല ലിസ്റ്റിംഗ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് get.ioയിലാണ്. get.io 2.88 വരെ പോയി. മറ്റ് ബിറ്റ്ഗിറ്റിലും മറ്റുമൊക്കെ 3.4 3.5 അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഒരു $3.5 ഒരു ലിസ്റ്റിംഗ് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ ടെലഗ്രാം ബോട്ടും അതും ഇതൊക്കെ മൈൻ ചെയ്ത് ഒന്നിലും വന്നിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു ലിസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മൈൻ ചെയ്ത് വന്ന പ്രോജക്റ്റുകളിലൊന്നും ഈ ഒരു റേറ്റ് വന്നിട്ടില്ല. 2019 മുതൽ മൈൻ ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, റെഫർ ചെയ്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും 4 ലക്ഷം 5 ലക്ഷം രൂപ വരെയൊക്കെ ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായവരുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തു, എത്രത്തോളം ഇതിനെ വിശ്വസിച്ചു നിങ്ങൾ വർക്ക് ചെയ്തു, അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടോക്കൺസൊക്കെ ലോക്ക്ഡാണ്. നമുക്ക് അൺലോക്കായി കിട്ടുന്ന ടൈമിൽ നമുക്ക് സെല് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇത് ലോങ് ടൈം പെർപ്പസ് ഉള്ള ഒരു ടോക്കണാണ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു പമ്പ് വീണ്ടും നടന്നിട്ടുണ്ട്. 1.77 വരെ ടോക്കൺ വീണ്ടും ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരികയാണ്. അപ്പോൾ അടുത്ത മാർച്ച് 14-ന് പൈ ഡേ ഒക്കെ വരുമ്പോൾ വലിയ അനൗൺസ്മെൻറ്റുകൾ വരും. ഇപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞു. അനൗൺസ്മെൻറ്റുകൾ വരുന്നതനുസരിച്ച് കോയിൻ പമ്പ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇത് സാധാരണ ഒരു ക്രിപ്റ്റോ കറൻസി പോലെ ഒറ്റയടിക്ക് ഡംപായി പോകത്തില്ല. ഒറ്റയടിക്ക് കോയിൻസ് നമുക്ക് റിലീസായും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പൈ നിങ്ങൾ ടോക്കൺ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ നല്ല പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഒരു $2 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്ത് അത്യാവശ്യക്കാർക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുക. അല്ലാത്തവർ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ബോട്ടിൽ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഡക്കോപ്പ് എന്ന് പറയുന്ന ഈ ഡക്ക് ഇപ്പോൾ ടെലഗ്രാമിൽ പ്രവർത്തിക്കുന്നില്ല. ടെലഗ്രാമിൽ പ്രവർത്തിക്കാത്തതിന് കാരണം ഇപ്പോൾ വന്നിട്ട് ഒരു റൂൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ടെലഗ്രാം മിനി ആപ്പിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം വന്നിട്ട് ടോൺ ബ്ലോക്ക് ചെയിനിൽ ലിസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവർ വന്നിട്ട് ഇപ്പോൾ സൊലാന ബ്ലോക്ക് ചെയിനിലേക്ക് ഇവർ മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മിനി ആപ്പ് അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇവിടെ പറയുന്നത് നമ്മുടെ പോയിൻ്റൊന്നും നഷ്ടമായിട്ടില്ല. നമ്മുടെ എത്രയെല്ലാം ടോക്കൺസ് അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് അവർ സേവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരുമ്പോൾ അടുത്ത എന്താണ് വെബ്സൈറ്റിലാണോ, ഇപ്പോൾ പാവസിൽ നടന്ന പോലെ വെബ്സൈറ്റിലാണോ, അതല്ല വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും. അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച്
ഞാൻ വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് ദിവസമായിട്ട് ടെലഗ്രാമിൽ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ബനാന എന്ന് പറയുന്നത്. ഇത് ബനാന അത് നിങ്ങൾ മൈൻ ചെയ്യുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ 21-ാം തീയതി 21 ഫെബ്രുവരി 12 PM UTCയിൽ ഒരു സ്നാപ്ഷോട്ട്, ആൾറെഡി ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഇതിൽ ബനാനയിൽ വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഇതിൽ വന്നിട്ട് ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് ഏണാകും. അതുപോലെ തന്നെ ഇതിൽ ചെറിയ ക്ലെയിമിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആൾറെഡി ഇത് സ്നാപ്ഷോട്ട് നടന്നു കഴിഞ്ഞു എങ്കിലും അത്യാവശ്യം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ചെയ്തു വയ്ക്കുക. ബാക്കി ഇതിൻ്റെ ലിസ്റ്റിങ്ങും അതുപോലെ തന്നെ ക്ലെയിമിൻ്റെയൊക്കെ അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ അറിയിക്കും. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അത് പാവസിൻ്റെ ക്ലെയിമാണ്. പാവസിൻ്റെ ക്ലെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പാൻഡം വാലറ്റിലേക്കാണ്, വാലറ്റിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതെല്ലാം വർക്ക് ചെയ്യുന്നില്ല. ആൾറെഡി നമ്മൾ ഇത് ആഡ് ടു സ്ക്രീനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുന്ന, നിങ്ങൾ പാൻഡം വാലറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡിസ്കവർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുക, ഏറ്റവും മേളിൽ ഇവിടെ നമ്മൾ ആൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇത് നോക്കിയതാണ്. ഇവിടെ കാണാൻ കഴിയും 4 എണ്ണം ആൾറെഡി ഓപ്പണായി കിടപ്പുണ്ട്. ഏതൊക്കെയോ ഞാനിതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക. അല്ലെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഇത് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ എൻ്റെ പാവസിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ അലോക്കേഷൻ വന്നിട്ടുണ്ട്. വെരിഫൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പാൻഡം വാലറ്റ് കൊടുക്കുക. പാൻഡം വാലറ്റ് കൊടുത്ത് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത് അല്പം ഒരു ടൈം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക. പലർക്കും കുറേ പേർക്ക് എലിജിബിലിറ്റി ആയിട്ടുണ്ട്, കുറേ പേരുടെ നോട്ട് എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് നോട്ട് എലിജിബിൾ ആകാത്തവരെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വോട്ടിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അതിൽ നിങ്ങൾക്ക് ബാഡ്ജ് കിട്ടി കാണത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം 0.1 ടോൺ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ 10 W പവേഴ്സ് തരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ട് 300K ടോക്കൺസിൽ കുറവാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇതുപോലെയാണ് വരികയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എനിക്ക് 442.2 ഇത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 0.3 വന്നിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ടോൺ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 43 റെഫറൽ കാണുന്നുണ്ട്. അതുപോലെ അതിൽ 21 റെഫറൽ മാത്രമേ ആക്റ്റീവായിട്ട് കാണുന്നുള്ളൂ, ബാക്കിയുള്ളവർ ആക്റ്റീവല്ല. അപ്പോൾ ഇവിടെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോക്കൺ അലോക്കേഷൻ ഇവിടെ കാണാൻ കഴിയും. എനിക്കൊരു 12,590 ടോക്കൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ക്ലെയിം എന്ന് പറയുന്ന ഇത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. ഇതെനിക്ക് വലിയൊരു വാല്യൂ വരുമെന്ന് തോന്നുന്നില്ല, എങ്കിലും അത്യാവശ്യം എൻ്റെ ഒരു അനുമാനം ഒരു $50 $100 ഇടയ്ക്കുള്ള ഒരു പ്രോഫിറ്റ് നോർമൽ യൂസേഴ്സിനെല്ലാം വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ബാക്കി ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ, ഇതിൻ്റെ യൂസ് കേസ് ഏതെല്ലാം എക്സ്ചേഞ്ചിൽ ബിനാൻസ് ഉൾപ്പെടെ ലിസ്റ്റ് ആകുന്നുണ്ടോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ആയിരിക്കും ഇതിൻ്റെ എന്താ പറയുക പ്രൈസൊക്കെ വരുന്നത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സ് ഫോളോ ചെയ്യുക. എക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇവരുടെ അനൗൺസ്മെൻറ്റുകളൊക്കെ അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കണ്ടത്. അപ്പോൾ ബാക്കി അപ്ഡേറ്റുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ടെലഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യും. ഇതിൽ അത്യാവശ്യം എന്താ പറയുക പ്രോഫിറ്റ് വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഒത്തിരി പേര് ഇത് എലിജിബിൾ ആയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ ഒത്തിരി പേര് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒത്തിരി ചാറ്റ് കണ്ടു, ഒത്തിരി പേര് എലിജിബിൾ ആയിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ടും എലിജിബിൾ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം എലിജിബിൾ ആയവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.